പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഉടക്കുകയാണ്. ഞാൻ തേങ്ങൻ്റെ ഈ ഒരു കല്ലുണ്ടല്ലോ, ആ കല്ലും കൊണ്ടാണ് കേട്ടോ തേങ്ങ പൊട്ടിക്കൽ. ഞാൻ അങ്ങനെ പുട്ടും ചട്നിയും കൂടെ കഴിക്കണത് ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ചെയ്തോ, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ചട്നിയും പുട്ടും ഒരുമിച്ചുണ്ടായപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും ഒരുമിച്ചുണ്ടാക്കിയതല്ല, അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ കാക്കാനോട് പറഞ്ഞപ്പോൾ കാക്ക പറഞ്ഞു അങ്ങനെ കഴിക്കുമല്ലോ, ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന്. എനിക്ക് ഭയങ്കര പനി ജലദോഷവും കാര്യങ്ങളൊക്കെ കേട്ടോ, കാരണമാണ് സൗണ്ട് ഇങ്ങനെ. പിന്നെ വീഡിയോ എടുത്തേച്ചാൽ ഉണ്ടല്ലോ, ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടതാണ്. ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ, അപ്പോൾ ഞാൻ അതങ്ങനെ ഇട്ടതാണ്. അപ്പോൾ പാലടൻ്റെ മിക്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. എനിക്കിത് നേരം വെളുത്തപ്പോഴാണ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓണത്തിന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ പാലട മിക്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ളൊരു പായസം കേട്ടോ. ആ ഒരു മിക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര പോലും ഇടണ്ടല്ലോ. പിന്നെ പാലും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്ത് അതിട്ട് ഒരു 20 മിനിറ്റോളം അങ്ങനെ ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുത്താണ്. ഞാൻ നെയ്യും കൂടെ സത്യം പറഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയിരുന്നു. പിന്നെ കാക്ക വന്നപ്പോൾ എനിക്ക് ഷവർമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷവർമ്മ കഴിച്ചേക്കിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എവിടുന്നാണ് വാങ്ങിക്കണമെന്ന് ഞാൻ ചോദിക്കാൻ മറന്നു, എവിടുന്നാണോ അറിയില്ല, നല്ല ടേസ്റ്റുള്ളൊരു ഷവർമ്മയായിരുന്നു. പിന്നെ രാത്രിക്ക് ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. കാക്കാക്കൊക്കെ ഒരു ഗോതമ്പ് ഉപ്മാവാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. എനിക്കെന്തോ സുഖമല്ലായിരുന്നു കേട്ടോ. അപ്പം തന്നെ പനിക്കാൻ വരികയാണെന്നൊന്നും മനസ്സിലായിരുന്നൊന്നുമില്ല. പിന്നെ നേരം വെളുത്തപ്പോഴത്തേനാണ് ഭയങ്കര തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയത്. ഇന്ന് ഒരു 6-7 ആയപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് വന്നിരുന്നതാണ്. ഇന്നലത്തെ ഉപ്പുമാവൊക്കെ ആയിട്ട് അങ്ങനെ രാവിലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. കാക്ക പിന്നെ പുറത്തുനിന്നാണ് കഴിക്കൽ. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ മന്തി റൈസ് പോലൊരു റൈസ് ഉണ്ടാക്കിയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പെരയിലുള്ള സാധനങ്ങൾ മാത്രം, ചിക്കൻ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെ. അതായത് മന്തിയിലിടുന്ന എല്ലാതും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലേ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുക്കറിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറേ ടൈമും അതിന് വേസ്റ്റ് ആയില്ല, പെട്ടെന്ന് ആവും ചെയ്തു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മന്തിയൊക്കെ കുക്കറിൽ വെക്കണ കണ്ടിക്കണമെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെച്ച് നോക്കിയത്. സത്യത്തിൽ മന്തി കുക്കറിൽ വെക്കണതാണ് എളുപ്പം എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്.